ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കോട്ടയംകാരിയായ അഡ്വക്കേറ്റ് ജിസ്മോൾ അവര് ഈയിടയ്ക്ക് ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു, അവരും മക്കളും. ഇതിപ്പോൾ ഒരു തുടർക്കഥയായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സംഭവത്തിലും പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ. കഴിഞ്ഞൊരു 1 വർഷം എടുക്കുകയാണെങ്കിൽ തന്നെ 7-8 സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയുണ്ട്. ഗാർഹിക പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കുന്ന വീട്ടമ്മമാര്, ആ ലിസ്റ്റിലേക്ക് വന്ന ഏറ്റവും അടുത്തൊരു പേര് മാത്രമാണ് അഡ്വക്കേറ്റ് ജിസ്മോൾ. ഇവരുടെ മരണത്തെ തുടർന്ന് ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്ന രീതിയിലാണ്. ദുരൂഹമായ മരണം എന്ന പേരിലാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അസ്വാഭാവികമായ മരണം എന്ന രീതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ഒരു മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം പലർക്കും ഈ വിഷയത്തിൽ സംശയങ്ങളുണ്ട്. ഇത് സത്യത്തിൽ ആത്മഹത്യയാണ്, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടുള്ള സാഹചര്യം എന്താണ്? എന്തായാലും ഭർത്താവിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് നല്ലൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇവർക്ക് ലഭിച്ചിട്ടുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് അവരുടെ അയൽക്കാരും സുഹൃത്തുക്കളും ഒക്കെ സംസാരിക്കേണ്ട ആ വിഷയത്തെക്കുറിച്ച്. ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ടൊരു ഡോക്ടർ വിനോദ് ഭാസ്കർ ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുള്ള ചില സംശയങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ റിയാക്ഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് പ്രേക്ഷകരോട് ഒരു ചോദ്യം: എന്താണ് നിങ്ങൾക്ക് ഈ സംഭവത്തിൽ തോന്നുന്ന ഒരു കാര്യം? ജിസ്മോളുടെ മരണം ഒരു ആത്മഹത്യ തന്നെയാണോ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അതൊരു കൊലപാതകമാണ്, അല്ലെങ്കിൽ കരുതിക്കൂട്ടി അവർ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന്റെ അടുത്ത് ഒരു സംഭവമാണ്, ഒരു 2 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഏരിയ, ജിസ്മോൾ പോയ ഏരിയയിലെല്ലാം CCTV ക്യാമറകളും ജനവാസ മേഖലയുമാണ്. ഈ ആറിന്റെ സൈഡിലൊക്കെ ജനവാസ മേഖലയുമാണ്. ഇതാണ് എല്ലാവർക്കും സംശയം തോന്നുന്നത്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ് ആണ് ഇത്. ജിസ്മോള് തന്റെ സ്കൂട്ടി ഓടിച്ച് പുഴക്കരയിലേക്ക് പോയി. ഇത് ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു CCTV ദൃശ്യത്തിലും ഇത് പതിഞ്ഞിട്ടില്ല. ഇതെങ്ങനെയാണ് അവരവിടെ എത്തിച്ചേർന്നെന്നുള്ള കാര്യം ഇപ്പോഴും അസ്വാഭാവികമായിട്ട് തുടരുകയാണ്, അല്ലെങ്കിൽ അതിന് കൃത്യമായൊരു മറുപടി ഒരിടത്തുനിന്ന് ലഭിച്ചിട്ടില്ല. അന്വേഷണത്തിലേക്ക് ഇത് പോകുമ്പോൾ ഇപ്പോഴും ഇത് അസ്വാഭാവിക മരണം എന്നതിൽ നിന്ന് മറ്റൊരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാനിത് ചെയ്യുന്ന സമയത്തും ഉള്ളതിന്റെ അറിവ്. ഇനി അത് മാറിയൊന്നും എനിക്കറിയില്ല, പക്ഷേ നിലവിൽ അത് അങ്ങനെ തന്നെ തുടരുകയാണ്. പക്ഷെ ഈ ഒരു മിസ്സിംഗ് ലിങ്ക് ആരും അത് ഫില്ല് ചെയ്യുന്നില്ല. അവര് പോയ വഴിയിൽ ഒരു CCTVയിലും ജിസ്മോളുടെ ദൃശ്യം പതിഞ്ഞില്ല എന്നുള്ളത് നമ്മൾക്ക് വളരെ സംശയം ഒന്നും കാര്യം. ഇതൊക്കെയാണ് ഈ മരണത്തിന് പിന്നിൽ ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്നുള്ളൊരു സംശയം നമ്മൾ ജനിപ്പിക്കുന്ന ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ വേലക്കാരി എന്ന് പറയുന്ന ആളെ നമുക്ക് ഇത് കേട്ടു തുടങ്ങുമ്പോൾ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ സംശയം തോന്നുന്നുണ്ട്. ഇവരിതൊക്കെ പറയുന്ന സത്യത്തിൽ ഇവർ നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഇവരത് മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നതാണോ? എന്തായാലും അതേ സംശയം തന്നെയാണ് ഈ ഡോക്ടർ ഉന്നയിക്കുന്നത്. 2 കാര്യമാണ് എനിക്ക് സംശയം പറയാനുള്ളത്. ആദ്യമായിട്ട് വേലക്കാരിയുടെ ചില ഫോൺ സംഭാഷണങ്ങൾ. വേലക്കാരി പുള്ളിക്കാരി അവിടെ തന്നെ അടുത്ത് നിൽക്കാറ് താമസിക്കുന്നതാണ്. അപ്പൊ പുള്ളിക്കാരത്തിയുടെ തന്നെ 2-3 ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് പല യൂട്യൂബുകളിലും പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആദ്യം മരണം നടന്നു, വാർത്തകളെല്ലാം അറിഞ്ഞു. അതിനുശേഷം ഈ പുള്ളിക്കാരത്തിൽ ഒരു വൈറലായിട്ടുള്ള ഒരു ഫോൺ കോൾ വന്നു. അതിനകത്ത് അവർ പറയുന്നത്, അവർ രാവിലെ വീട്ടിൽ വരുന്നു, ഈ കുട്ടി, അതായത് മരിച്ചുപോയ ജിസ്മോള് ബാത്റൂമിൽ നിന്ന് പറയുന്നു കുളിക്കുകയാണ്, ചേച്ചി പൊക്കോ, അവരെല്ലാം ആശുപത്രി പോയെന്നു. അതിനകത്ത് ഈ വീടെന്ന് പറഞ്ഞാൽ ഒരു 1500 സ്ക്വയർ ഫീറ്റുള്ള വീടല്ല, വലിയ വീടാണ്. ഈ വീടിന്റെ ഏതോ മൂലയ്ക്ക് ഒരു ബാത്റൂം, അവിടെ നിന്ന് കഴിഞ്ഞാൽ വെളി വരുന്ന ആൾക്കാരെ പോലും അറിയത്തില്ല. സ്വാഭാവികമായ സംശയമാണ്. ഇപ്പോൾ ചെറിയ വീടാണെങ്കിൽ കൂടി നമ്മൾക്ക് ഒരാൾ ബാത്റൂമിൽ നിന്ന് ഇത്ര വ്യക്തമായിട്ട് ആൾ മനസ്സിലാക്കി സംസാരിക്കുന്നു എന്ന് പറയുന്നതൊക്കെ തന്നെ നമ്മൾക്ക് അത്യാവശ്യം ദഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ആ വീട് നിങ്ങൾ ദൃശ്യത്തിൽ കണ്ട് ഏകദേശം 1500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരാൾ പുറത്തു വന്നിരിക്കുന്ന ആളെ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ചേച്ചി പൊയ്ക്കണം എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇവർ കേൾക്കണം എന്നുണ്ടെങ്കിലോ, ഒന്നല്ലെങ്കിൽ ഇവർ ആ ബാത്റൂമിന്റെ പൊസിഷൻ ഏതനുസരിച്ച് അവിടെ പോയി നിൽക്കണം. അതല്ല എങ്കിൽ ഇവരാരോ പറഞ്ഞു പഠിപ്പിച്ചാണ്, അല്ലെങ്കിൽ ഇവർ ഈ സംഭവങ്ങൾ മാനിപ്പുലേറ്റ് പറയണം എന്നുള്ള കാര്യത്തിൽ കൂടുതൽ സംശയം ഉണ്ടാക്കുന്ന ഒന്നാണ്. രണ്ടാമത്, ഈ ഇവരുടെ വീട്ടില്, അതായത് ഈ വേലക്കാരുടെ വീട്ടില് പല യൂട്യൂബേഴ്സും വന്നു വീഡിയോ പിടിച്ചു. അത് കഴിഞ്ഞ് പുള്ളിക്കാരി പറയുന്നത്, ഞാൻ വീട്ടിൽ വന്നായിരുന്നു, മരിച്ചുപോയ ജിസ്മോളുടെ വീട്ടിൽ വന്നായിരുന്നു, അവിടെ അരിയും കറിയൊക്കെ വെച്ചിട്ട് വിറക് വെറുക്കാൻ പോയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന തൊമ്മമാങ്കൽ ജിമ്മി ഉണ്ടായിരുന്നു, ജിസ്മോളുടെ ഭർത്താവ്, അമ്മ ബീന, അച്ഛൻ ഉതുപ്പ്, അവരെല്ലാവരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് വിറക് പെറുക്കിയിട്ട് വരുമ്പോഴത്തേക്കിന് ജിസ്മോളെ പിള്ളേരെ കാണുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് പിന്നെയും വ്യക്തതയില്ലാത്ത ഒരു സംഭാഷണമാണ്. കാര്യം വിദ്യാഭ്യാസമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയാണെങ്കിൽ അവരെ പഠിപ്പിച്ച് പറയുന്ന ഒരു ചിന്തയിലേക്ക് അവരുടെ സംഭാഷണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് എന്തോ. ഇതൊക്കെയാണ് നമുക്ക് സംശയം തോന്നുക കേട്ടോ. കാരണം ഈ കേസ് ഇപ്പോഴും അസ്വാഭാവികതയിൽ നിലനിൽക്കുന്നു പറയുന്നത് എന്തുകൊണ്ട് ആ കേസ് അവിടെ തന്നെ നിലനിർത്താൻ കഴിയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ നിന്നൊരു മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല? കുറഞ്ഞ വർഷം ഒരു ആത്മഹത്യാ പ്രേരണ എന്ന രീതിയിലേക്ക് മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ സംശയാസ്പദമായ ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിനകത്ത് തോന്നുന്നൊരു വിഷയം. പ്രത്യേകിച്ച് ഈ വേലക്കാരി പറയുന്ന പല കാര്യങ്ങളും കോൺട്രഡിക്ടറി ആണെന്ന് കേൾക്കുന്ന സാധാരണക്കാർക്ക് വരെ തോന്നുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട്
പോലീസുകാർക്ക് അത് തോന്നുന്നില്ല എന്നുള്ളതാണ് സംശയം. പലരും അഭിപ്രായപ്പെട്ടൊരു കാര്യമാണ്, ഈ വേലക്കാരെ പിടിച്ചു നിർത്തിയൊന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവരെ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൊളിയും. പല കേസുകളിലും ഈ വാദിഭാഗം കൊണ്ട് നിർത്തുന്ന തെളിവുകളൊക്കെ ക്രോസിൽ പൊളിച്ചെടുക്കുന്നത് സത്യസന്ധമല്ലാത്തൊരു കാര്യം പറയുമ്പോഴാണ്, അല്ലെങ്കിൽ തങ്ങൾ നേരിട്ട് അറിയാത്ത നേരിട്ട് കാണാത്തൊരു കാര്യം അതുണ്ടെന്ന് ഇമാജിൻ ചെയ്ത് പറയുന്ന ഒരു സംഭവം അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതേപോലെ പറയാൻ പറ്റിയെന്നില്ല. പല മിസ്സിംഗ് ലിങ്കുകളുണ്ടാകും. നമ്മൾ ഒന്നും കൂടി ചൂഴ്ന്ന് ചോദിച്ചു തരണമെങ്കിൽ ഇവരുടെ ഈ കള്ളത്തിലൊക്കെ പുറത്തുവരും. പ്രത്യേകിച്ച് ഇവരെ പോലുള്ളവർക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റാൻ തോന്നുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡീപ്പ് ഇൻട്രോഗേഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. സത്യത്തിൽ ആ വേലക്കാരിയെ തന്നെ പിടിച്ചൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നീർക്കാട് പള്ളി, അതായത് ജിമ്മിയുടെ ഇടവക പള്ളിയിലാണ് ഒരു പൊതുദർശനത്തിന് ആദ്യം കൊണ്ടുവന്നത്. ഒരു മണിക്കൂറോളം 2 മണിക്കൂറോളം അവിടെ വെച്ചതിന് ശേഷമാണ് പാലയിലേക്ക് പോയത്. ഈ സമയത്ത് ഈ വേലക്കാരി അവിടെ വന്നില്ല. വേലക്കാരിക്ക് വരാൻ ഭയമായിരുന്നു. അപ്പോൾ അവിടെ എന്തോ കള്ളത്തരമുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ സാധാരണത്തിൽ ഒരു അസ്വാഭാവിക മരണത്ത് നടന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ആളെ രംഗത്തുണ്ട്. ഇപ്പോൾ ഈ അവിടെ ജിസ്മോളെ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു അലമുറയിട്ട് ഓടിയ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരു അയൽവാസി സംസാരിച്ചത് നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അലമുറയിട്ടൊക്കെ ഓടുന്ന ഒരാള് സംസ്കാര ചടങ്ങുകളിൽ നിന്ന് മാറി നിൽക്കുന്നു, അവിടെ എത്തുന്നില്ല. ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുമെന്നും അതിന്റെ മുന്നിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാക്കി. ഇദ്ദേഹം പറയുന്ന പോലെ ഒരു ഭയം അവരെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരോട് നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നൊരു സംശയം. അല്ലെങ്കിൽ പിന്നെ അവിടെ വരുന്നത് എന്താ കാര്യം? താൻ കണ്ട കാര്യമാണ് പറയുന്നതെങ്കിൽ അത് ആരുടെ മുന്നിലും പറയാനൊരു പ്രശ്നം ഉണ്ടാകേണ്ടതില്ല. പക്ഷെ അതേസമയം താൻ മാനിപ്പുലേറ്റ് ചെയ്ത കാര്യമാണ് പറയുന്നതെങ്കിൽ ഒരാളോട് പറയുന്ന അതേപോലെ തന്നെ മറ്റൊരാളത് പറയാൻ പറ്റാതിരിക്കുകയും അതുതന്നെ കോൺട്രഡിക്ഷനായും അതുതന്നെ ഇവർക്കൊരു കുരുക്കായി തീരുകയും ചെയ്യും. ആ ഭയം കൊണ്ടാണോ ഇവർ ഈ ചടങ്ങിൽ നിന്ന് മാറി എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. മരിക്കുക ഒരു 4 മണിക്കൂറിനകം ഈ ബോഡി പൊങ്ങുക എന്ന് പറയുന്നത് അപൂർവമാണ്. ഒരു 6-7 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇതിനകത്ത് ഡീകമ്പോസിഷൻ ഉണ്ടായി ഈ ബോഡി ജഡം പൊങ്ങി വരാനുള്ള സാഹചര്യം. അപ്പോ ഈ പറയുന്ന ചൊവ്വാഴ്ച 11 മണിയോട് കൂടിയാണ് കുട്ടി ജിസ്മോള് വെള്ളത്തിൽ ചാടുന്നത് എന്ന് പറയുന്നു. കൃത്യം 1:30 ആയപ്പോഴത്തേക്ക് 1 മണി ആയപ്പോഴത്തേക്കിന് അവിടെ ചൂണ്ടയിടാൻ വന്നവർക്ക് ഈ ബോഡി പൊങ്ങി വരുന്ന ഒഴുകി വരുന്ന കണ്ടു. അവർ വെളിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ 4 മണിക്കൂറിനോ ഇടയോ ഈ 4 മണിക്കൂർ ഇന്റർവെല്ലിൽ ഈ ബോഡി പൊങ്ങി വരിക എന്നുള്ളത് ഭയങ്കര ഒരു റയർ ഫിനോമിനയാണ്. കാര്യം പൊങ്ങി വരാൻ ഈ ഫാറ്റ് ബോഡി കണ്ടന്റ് ഉള്ളവര്, പിന്നെ പിള്ളേരുടെ കാര്യത്തിൽ ശരിയായിരിക്കും. കാര്യം കൊഴുപ്പ് കൂടിയുള്ള ശരീരമാണ്, പിന്നെ ബോൺ ഡെൻസിറ്റി കുറവാണ്. പിന്നെയുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് ആഴക്കുറവായിരിക്കണം. ഇത് അവിടെ കയമുള്ളതാണ്. മീനച്ചിലാറ്റിൽ കയമുള്ള പ്രത്യേകിച്ച് സൈൻ ബോർഡ് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ്, കയമുള്ളതാണ്. അപ്പൊ ഈ ആഴം കുറഞ്ഞ ഏരിയയിൽ ഓടി പോയെങ്കിൽ അത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് എളുപ്പം. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ആഴമുള്ള ഏരിയയിലാണ് കുട്ടിച്ചാടിയത്. പിന്നെ ടെമ്പറേച്ചർ അത് ചൂട്, നിങ്ങൾ തെളിഞ്ഞു കിടക്കുന്ന മരങ്ങളൊന്നും ഇല്ലാത്ത ഈ തിളച്ചു കിടക്കുന്ന വെള്ളത്തിലേക്ക് പോവുകയാണെങ്കിൽ എളുപ്പം ഡികമ്പോസിഷൻ ഉണ്ടായി അത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതങ്ങനല്ല. ഇത് മൊത്തം ഷെയ്ഡി ഏരിയയായി. ഈ പറയുന്ന വലിയ മരങ്ങൾ, പതരമരങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഷെയ്ഡി ഏരിയയാണ് ഈ പറയുന്ന സ്ഥലം. അപ്പം അവിടെയും അങ്ങനല്ല. പിന്നെ കുട്ടികൾ കണ്ടന്റ് കൂടുതലാണ്. പിന്നെ ബോഡി മാസ്, മസിൽ മാസ് കുറവുള്ളവരാണെങ്കിൽ ഒന്ന് പൊങ്ങി വരാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. അപ്പം എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മണിക്കൂറിനകം ഈ ബോഡി പൊങ്ങി വരുമോ എന്നുള്ള ഒരു സംശയമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ വേലക്കാരിയുടെയും ഈ പൊങ്ങി വരാനെടുത്ത സമയം കൂടെ കണക്കാക്കി ഞാൻ പറയും എന്റെ ഒരു ഊഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി തലേദിവസം ഈ ആത്മഹത്യ ചെയ്തിരുന്നു. ഈ കുട്ടിയും അതിന്റെ പിള്ളേരും, കൊച്ചുകുട്ടികൾ. ഇത് ജിമ്മിയുടെ വീട്ടുകാരും മറച്ചു വെച്ച് ആരും കാണാതെ ആറ്റിൽ കൊണ്ട് നിക്ഷേപിക്കുകയായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന സാഹചര്യം ഒന്നുകിൽ ഇവര് നേരത്തെ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ഇവർക്ക് കയ്യബദ്ധം സംഭവിച്ചിട്ട് അവർ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാവരും ഒരേ സമയത്ത് മരിച്ചു എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ 4 മണിക്കൂർ കൊണ്ട് ഡീകമ്പോസ്ഡ് ആയി ഉയർന്നു വരുമോ എന്നുള്ള കാര്യം കുറേ സാഹചര്യങ്ങൾ അദ്ദേഹം പറയുന്നല്ലോ. ഒന്ന്, വെള്ളത്തിന് ഹീറ്റ് ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഹീറ്റ് കൂടുതലാണെങ്കിൽ ഡീകമ്പോസിഷൻ അത് സ്പീഡ് കൂട്ടും. അതേസമയം ഹീറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഡീകമ്പോസിഷനും സ്ലോ ആയിരിക്കും. സാധാരണ ഇതിൽ മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ശരീരം എന്തുകൊണ്ടാണ് ഫ്രീസറിൽ വെക്കുന്നത്, അത് ഡീകമ്പോസിഷന്റെ വേഗത കുറക്കുന്നതിന് വേണ്ടിയാണ്. തണുപ്പ് കൂടുന്തോറും ഡീകമ്പോസിഷന്റെ സാഹചര്യം കുറഞ്ഞു വരാം. അതേസമയം ഒരു നാച്ചുറൽ ടെമ്പറേച്ചറിൽ തന്നെ പെട്ടെന്ന് ബോഡി ഡീകമ്പോസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡെഡ് ബോഡികൾ ഇപ്പോൾ കുറച്ചധികം നേരം വെക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. ഇപ്പം ഇദ്ദേഹം പറയുന്നു ഇത് നല്ല തണലുള്ള സ്ഥലത്താണ്, അതേപോലെ ആഴമുള്ള സ്ഥലത്താണ്. ഇത്രയൊക്കെ സാഹചര്യത്തിൽ ഇത് പൊങ്ങി വരാനുള്ള സാധ്യതയില്ല എന്ന് പറയും. 4 മണിക്കൂർ കൊണ്ട് പൊങ്ങി വരാനുള്ള സാധ്യത. പിന്നെ ഇതിനകത്ത് നമുക്ക് പറയുന്ന ഒരു കാര്യം അവരുടെ BMI ഇൻഡെക്സ്, ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെയാണ് എന്നനുസരിച്ചിട്ടാണ്. ഇപ്പൊ ശരീരത്തിൽ മസിൽ മാസും ബോൺ മാസും കൂടുതലാണ്, അതേസമയം ഫാറ്റ് മാസ് കുറവാണെന്നുണ്ടെങ്കിൽ, ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ്
കുറവാണെന്നുണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ സ്ലോ ആയിരിക്കും. അതേസമയം ചിലരുടെ ഇപ്പോൾ നല്ലപോലെ ചീർത്ത ശരീരമാണ്, ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പുള്ള ശരീരമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരീരം പെട്ടെന്ന് ഡീകമ്പോസ്ഡ് ആവാനും ഉയർന്നു വരാൻ സാധ്യത, ബോഡി പെട്ടെന്ന് വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്ന അവിടെ നിൽക്കട്ടെ. എൻ്റെ ഒരു സംശയം, ഇദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ലങ്സിൽ വെള്ളം നിറഞ്ഞിട്ടാണ് മരണകാരണം എന്നാണ്. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവനറ്റ ശരീരം വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ലങ്സിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. ജീവനോടെ തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ പോലും ലങ്സിലേക്ക് വെള്ളം കയറാത്ത സാഹചര്യമുണ്ട്. അത് ലാരിംഗോസ്പാസം എന്ന് പറയുന്ന ഒരു ശരീരത്തിന്റെ റിഫ്ലെക്സ് ആക്ഷൻ കൊണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ ഈ ശരീരത്തിന്റെ ഉയർന്ന ഭാഗത്തുള്ള ലാരിങ്സിന്റെ ഭാഗത്തുള്ള മസിൽസ് നമ്മുടെ ഈ ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറുന്നതിനെ തടയുന്ന ഒരു മെക്കാനിസമാണ്. നമ്മൾ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റിഫ്ലെക്സ് ആക്ഷൻ ആണ്. സംഭവിക്കാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീവനുള്ള സമയത്ത് പോലും വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ലങ്സിലേക്ക് വെള്ളം കയറാതിരിക്കാനുള്ള സാഹചര്യമാണ്. അതിനെ ഡ്രൈ ഡ്രോണിങ് എന്നാണ് പറയുന്നത്. അത് ജീവനുള്ള ശരീരത്തിൽ പോലും പോസിബിൾ ആണെന്നിരിക്കെ ജീവനില്ലാത്ത ശരീരത്തിൽ അത് ബ്രീത്ത് ചെയ്യാത്ത സ്ഥിതിക്ക് ഒരിക്കലും വെള്ളമകത്തേക്ക് കയറില്ല. പിന്നെ എങ്ങനെയായിരിക്കാം ലങ്സിനകത്ത് വെള്ളം കയറി എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. ഇദ്ദേഹം പറയുന്ന ഒരു സാഹചര്യത്തിൽ, ഏത് സാഹചര്യത്തിലും ആയിക്കോട്ടെ, ഇപ്പൊ ആത്മഹത്യ ചെയ്തതാണ്, അല്ലെങ്കിൽ കയ്യബദ്ധത്തിൽ സംഭവിച്ചതാണ്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, ഏത് സാഹചര്യത്തിലായാലും മരണം സംഭവിച്ച ഒരു ബോഡിയുടെ ലങ്സിനകത്തേക്ക് വെള്ളം കയറാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വേറെ ആർക്കെങ്കിലും ഇത് മറ്റൊരു ഇതിന്റെ സാങ്കേതിക അറിയാമെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റിൽ ഇടുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം ഇതാണ്, ഒന്നല്ലെങ്കിൽ ഇവർ അബോധാവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴും ഇത്രയും ഒരേപോലെ എല്ലാവരും അബോധാവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതിനുശേഷം ഇവർ നിർബന്ധിച്ച് ഈ കുട്ടികൾക്ക് വിഷം കൊടുത്തിട്ടുണ്ടാവുമോ അതൊന്നും അറിയില്ല. കീടനാശിനി കാരണം വിഷാംശം ശരീരത്തിലുണ്ട് എന്ന് പറയുന്നു, കുട്ടികളുടെ ശരീരത്തിലുണ്ട് എന്ന് പറയുന്നു. അപ്പോ അബദ്ധത്തിൽ ബോധം പോയതാണോ, അത് മരിച്ചതാണോ, തെറ്റിദ്ധരിച്ച് ഇവർ കൊണ്ടുപോയി വെള്ളത്തിലിട്ടതാണോ? അതും ഒരു സാധ്യതയാണ്. അബോധാവസ്ഥയിൽ നമ്മുടെ ലങ്സിലേക്ക്, ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ വന്നാൽ തന്നെ വളരെ വിദൂരമായ സാധ്യതയാണ് ഈ മരിച്ചതിന് ശേഷം വെള്ളത്തിൽ വീണു എന്നുള്ളതിനകത്തേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അവസാനം പറഞ്ഞൊരു ഭാഗം കുറച്ചും കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു റീപോസ്റ്റ്മോർട്ടം വേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ സിനിമകളൊക്കെ കണ്ടുള്ളത് പോലെ നദിയിൽ നിന്നെടുത്ത ജലം തന്നെയാണ് ലങ്സിൽ ഉണ്ടായിരുന്നത് പോലുള്ള രാസപരിശോധനകൾ നടത്തേണ്ടി വരും. ഒരുപക്ഷെ ഇദ്ദേഹം പറയുന്നത് ആത്മഹത്യ ചെയ്തതിന് ശേഷമായിരിക്കാം, തലേ ദിവസം തന്നെ ആത്മഹത്യ ചെയ്തതിനു ശേഷമായിരിക്കാം വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ട് എന്നുള്ളത് നമുക്ക് അത്ര വിശ്വസനീയമല്ല. ഇനി ഇദ്ദേഹം പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്രിമത്വം വരുത്താനുള്ള സാധ്യതയുണ്ട്. അതും കൂടി അപ്പോൾ പരിശോധിക്കേണ്ടി വരും. ഏതെങ്കിലും ഒന്നേ ശരിയാവുകയുള്ളൂ. ഒന്നല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചെയ്തിരിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന വാദം തെറ്റാണ്. ഇനി പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ തെറ്റാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ആത്മഹത്യയാവാൻ സാധ്യതയില്ല. കാരണം ഒരാൾ ആത്മഹത്യ ചെയ്താണെന്നുണ്ടെങ്കിൽ ആ ശരീരം പിന്നെ എന്തിനു വെള്ളത്തിൽ കൊണ്ടുപോയിടണം? അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ആത്മഹത്യയാണ്, ഇവർക്കാർക്കും ഇൻവോൾവ്മെന്റ് ഇല്ല എങ്കിൽ ആ ശരീരം പിന്നീട് വെള്ളത്തിൽ കൊണ്ടുപോയിടേണ്ട സാഹചര്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇദ്ദേഹത്തിന്റെ സംശയം ശരിയാകുകയും പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ തെറ്റാണ് എന്ന് വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ബാക്കിയുള്ള കണ്ടു നോക്കാം. ഈ പെൺകുട്ടി ജിസ്മോള് പാലായിലെ ഒരു ജനപ്രതിനിധിയായിരുന്നു, ഒരു വക്കീലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ജിമ്മി കല്യാണം കഴിച്ചപ്പോഴേ അവന്റെ ആദ്യത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആ രാജിവെക്കുക, ആ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് അവന്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോ അതിനകത്ത് തന്നെ ഒരു അനിഷ്ടം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ പെണ്ണിനെ സംബന്ധിച്ചുള്ള പെണ്ണിന് ഇഷ്ടമുണ്ടായിട്ടാണ് അനുസരിച്ച് ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ട് ആ പെണ്ണിനെ തെരഞ്ഞെടുത്തു. അത് ഉപേക്ഷിച്ച് ആ പെണ്ണിന് കുടുംബജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെ അവന്റെ ഇഷ്ടത്തിന്, അതായത് ജിസ്മോളുടെ ഇഷ്ടത്തിനെ ബലികൊടുക്കുകയായിരുന്നു. അപ്പോൾ പിന്നീടുള്ള ജീവിതത്തിൽ വെറും 6 വർഷക്കാലമേ ആയിട്ടുള്ളൂ കല്യാണം കഴിച്ചത്. പിന്നീടുള്ള ജീവിതത്തിൽ മൊത്തം ഈ കുട്ടി കോമ്പൻസേറ്റ് ചെയ്ത് ഇവന്റെ കുടുംബത്തിനെയും ഇവന്റെ പെങ്ങളെയും അല്ലെങ്കിൽ ആ കുടുംബത്തിനെയും ദൈവത്തെ പോലെ കണ്ട് ഒരു വേലക്കാരിയായിട്ട് അവിടെ ജീവിക്കുക ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഒരു കാരണവും, ഞാൻ ഈ മരണത്തിന് നോക്കി നിൽക്കേണ്ടതായ ഒരു കാരണം ഞാൻ കാണുന്നത് ജിസ്മോളുടെ അച്ഛനെയാണ്. കാര്യം ജിസ്മോളുടെ അച്ഛൻ നല്ലൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ, നീ വാ, നീ ഒന്നും പേടിക്കണ്ട, നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഒരു മനസ്സമാധാനവും ഒരു തന്റെ. തീർച്ചയായിട്ടും ഇത് ഇദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയാണ്. നമ്മൾ ഇതുവരെ കണ്ട എല്ലാ സംഭവങ്ങളും മനസ്സിലാക്കുന്ന ഒരു കാര്യം, പെൺകുട്ടികളുടെ വീട്ടുകാരുടെ പിന്തുണ പെൺകുട്ടിക്ക് ലഭിക്കാതെ പോകുന്നതാണ്. ഈ സംഭവം നമ്മൾ തുടർച്ചയായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇപ്പോൾ ഷൈനിയുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്തത് കുറെ നാൾക്ക് മുമ്പാണ് അല്ലെ. ഷൈനിയുടെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് ജിസ്മോളുടെ ജീവിതം തുടരുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞപക്ഷം ആ ഷൈനിയുടെ ജീവിതത്തിൽ നിന്ന് കണ്ടെങ്കിലും ജിസ്മോളുടെ മാതാപിതാക്കള് ഇവൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം നടത്തേണ്ടതായിരുന്നു. അതുപോലും ചെയ്യുന്നില്ല എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്.
ഇതൊരു തുടർക്കഥയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ, കഥ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സംശയമാണ്, മാതാപിതാക്കൾ നിങ്ങൾക്ക് ഇവരെ ചെമ്മീൻ തല കൊടുത്ത് കിട്ടിയതാണോ? ഈ ചെമ്മീൻ തല കൊടുത്ത് കിട്ടിയെന്ന് പറയുന്ന ഒരു പ്രയോഗം ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ട്. ചെമ്മീൻ കിള്ളിയതിന് ശേഷം വരുന്ന ഭാഗങ്ങൾ അത് ഉണക്കിയെടുത്ത് വിൽക്കും. അപ്പം നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന ചെമ്മീൻ തലയല്ല സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്. നാട്ടിലേക്ക് പണ്ട് പീലിംഗ് ഷെഡുകൾ ഉണ്ടായിരുന്നു. വലിയ വലിയ സീ ഫുഡ് കമ്പനികൾ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഗ്രാമത്തിലൊക്കെ പീലിംഗ് ഷെഡുകൾ കൊണ്ടുവരും. അപ്പോൾ അവർ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് തൊട്ടടുത്തൊരു ഷെഡുണ്ട്, അവർക്ക് അവിടെ പോയി ജോലി ചെയ്യാം. അവരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ചെലവിൽ ഈ ചെമ്മീൻ വൃത്തിയായി കിട്ടുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ പീൽ ചെയ്ത് ബാക്കി വരുന്ന തലയും നാരും അതുപോലെ വാൽഭാഗവും തോടൊക്കെ ചേർന്നത് അത് നശിപ്പിച്ച് കളയാനുള്ളതാണ്. പക്ഷേ ആളുകളത് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. കാശൊന്നും കൊടുക്കണ്ട, വെറുതെ എടുത്തിട്ട് പോവാം. എന്നിട്ട് ഇത് ഉണക്കിപ്പൊടിച്ച് ചിലര് വളമാക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇത് ചമ്മന്തിപ്പൊടിയായിട്ടൊക്കെ എടുക്കാൻ കഴിയും. സത്യത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം നമുക്ക് വിലക്ക് വെക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അതേമാതിരി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് അതെങ്ങനെയെങ്കിലും വിറ്റ് തൊലച്ചോട്ടെ എന്ന രീതിയിൽ കൊടുത്തു വിട്ടതാണോ നിങ്ങളുടെ പെൺമക്കളെ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക്? നിങ്ങൾക്ക് ഒരു വേദനയും തോന്നുന്നില്ലേ നിങ്ങളുടെ മക്കൾ അവിടെ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നു തോന്നുമോ? അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാണോ നിങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ് ജിസ്മോൾ, സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാളും വാർഡ് മെമ്പറായി ജയിച്ച ഒരാള്. അങ്ങനെയുള്ള വ്യക്തിയൊക്കെ വിധിക്ക് വിട്ടുകൊടുക്കുക, ഇതേപോലെ ഭർത്താക്കന്മാരുടെയും ഭർത്ത വീട്ടുകാരുടെയൊക്കെ പീഡനത്തിന് വിട്ടുകൊടുക്കുക, എന്നിട്ട് കൈയും കെട്ടി നോക്കിയിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ മാതാപിതാക്കളെന്നല്ല വിളിക്കേണ്ടത്. ദയവേത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും ഇതുപോലുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന സ്ത്രീകളുണ്ട്, അവരുടെ മാതാപിതാക്കൾ, വീട്ടുകാർ, അവരൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ അവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക. അവർ ജീവിക്കട്ടെ എന്ന് എന്തിനാണ് ഈ മരണത്തിന് വിട്ടുകൊടുക്കുന്നത്? എന്തായാലും എന്താണ് ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഈ ഡോക്ടർ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.